കേരളത്തിലുള്ള ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് കേസുകളിൽ ഒന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻ നങ്കൂർ എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നികുതി അടയ്ക്കാതെ വ്യാജരേഖകൾ ചമച്ച് ആഡംബര വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. നൂറുകണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഈ തട്ടിപ്പിലൂടെ നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഈ കേസിൽ സിനിമാ താരങ്ങൾ, വ്യവസായികൾ, മറ്റ് ഉന്നതർ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സൂചനകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഓപ്പറേഷൻ നങ്കൂറിന്റെ തുടക്കം മോട്ടോർ വാഹന വകുപ്പിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച ചില വിവരങ്ങളിൽ നിന്നാണ്. ഭൂട്ടാൻ പട്ടാളത്തിന്റെ ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു ആ വിവരം. സാധാരണയായി ഈ സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന നികുതി കേരളത്തിലെ നികുതിയേക്കാൾ വളരെ കുറവാണ്. ഇത് മുതലെടുത്തുകൊണ്ട് വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഭൂട്ടാൻ സൈന്യം ലേലത്തിൽ വിൽക്കുന്ന ഉപയോഗം കഴിഞ്ഞ വാഹനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയെ ഉണ്ടാകൂ. ഈ വാഹനങ്ങൾ ഹിമാചലിൽ എത്തിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ എടുക്കുന്നു. തുടർന്ന് ഈ വാഹനങ്ങൾ കേരളത്തിലെത്തിച്ച് യഥാർത്ഥ നികുതി അടയ്ക്കാതെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നികുതി വെട്ടിപ്പിനായി ഉപയോഗിച്ച തന്ത്രങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. ഭൂട്ടാനിൽ നിന്നും ലേലത്തിൽ പിടിച്ച വാഹനങ്ങൾ ഹിമാചലിൽ എത്തിക്കുമ്പോൾ അവ പഴയ വാഹനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ പുതിയ വാഹനങ്ങളുടെ അതേ ഡിസൈനിലുള്ള മോഡലുകൾ ആണിതെങ്കിൽ പോലും അവയെ പഴയ വാഹനങ്ങളായി കണക്കാക്കി കുറഞ്ഞ നികുതി അടിച്ച് രജിസ്ട്രേഷൻ നേടുന്നു. കൂടാതെ ഹിമാചലിലെ വിലാസങ്ങൾ ഉപയോഗിച്ച് വ്യാജരേഖകൾ ചമച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതും. ഒരുപാട് ആഡംബര കാറുകൾ, പ്രത്യേകിച്ച് ലക്ഷറി SUVകൾ ഈ രീതിയിൽ കേരളത്തിലേക്ക് എത്തിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ ഉടമകൾ കേരളത്തിൽ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരുമാണ്. അതിനാൽ തന്നെ നിയമ നടപടികൾ കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധിതരായി.